ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൽ 24-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം റെഡീംഡ് ബൈ ദ ക്രോസ്, ക്രൂശിലൂടെ വീണ്ടെടുത്തു. അതിനാധാരമായി തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. Who gave himself for us to redeem us from all lawlessness and to purify for himself a people for his own possession who are zealous for good works. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തീത്തോസിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ വിശേഷപ്പെട്ട ചില ചിന്തകൾ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ വളരെ മനഃപൂർവ്വമായി പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നുണ്ട്. വിശ്വാസികളായ ആളുകളുടെ ജീവിത മാതൃകകളെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് ഊന്നി പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട തീത്തോസിന് ഈ കത്ത് എഴുതുമ്പോൾ ക്രേത്ത എന്ന ദ്വീപിലുള്ള വിശ്വാസ സമൂഹങ്ങൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാണ് ഒരു ശരിയായ ക്രിസ്തു മാതൃകയെ പിന്തുടർന്ന് ജീവിക്കാൻ കഴിയുന്നതെന്നും വളരെ ശക്തമായി പൗലോസ് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ 2-ാം അധ്യായത്തിൽ വളരെ വിശദമായി തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. മുതിർന്ന പുരുഷന്മാർ സ്നേഹവും നിയന്ത്രണവും വിശ്വാസവും സഹനം എന്നിവയിൽ ദൃഢത പുലർത്തണമെന്നും മുതിർന്ന സ്ത്രീകൾ വിശുദ്ധമായ പെരുമാറ്റവും ഭ്രഷ്ടമായ സംഭാഷണങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്നും മദ്യത്തിനടിമയാകരുത്, മറ്റുള്ളവരെ ശരിയായി ഉപദേശിക്കണമെന്നും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. യുവ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഭർത്താവിനോടും കുട്ടികളോടും സ്നേഹത്തോടും പെരുമാറണം, ശുദ്ധിയും ഗൃഹകാര്യങ്ങളിൽ ചിട്ടയും ഉണ്ടാകണമെന്ന് പറയുന്നു. യുവപുരുഷന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് സ്വയനിയന്ത്രണം വേണം. ശരിക്കും വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വയ നിയന്ത്രണം എന്ന് പറയും. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് നമ്മുടെ യുവതലമുറകൾ വല്ലാതെ ഓടുമ്പോൾ ഒരു ആത്മനിയന്ത്രണം പ്രാപിക്കുവാനുള്ള ഒരു ആഹ്വാനം അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും അവർ ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു വലിയ സന്ദേശം ആ സഭയിലെ ജനങ്ങൾക്കായി പകർന്നു കൊടുക്കുകയാണ്. തൻ്റെ വിശ്വാസ സമൂഹത്തെ നിലനിർത്തുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ കുറിപ്പ് എഴുതുമ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് സഭയെ അതിൻ്റെ പക്വതയിലേക്ക് നയിക്കാനായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച നൽകുവാനും സഭയെ സദ്ഗുണങ്ങൾക്ക് അധിഷ്ഠിതമായ ഒന്നായി രൂപപ്പെടുത്തുക എന്നതാണ്. ഇന്ന് വർത്തമാനകാല സഭയെ നമ്മൾ പരിശോധിക്കുമ്പോൾ പല വിധത്തിലും കലുഷിതമായിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ആത്മീയ വളർച്ച എന്നുള്ള ഒരു ലക്ഷ്യത്തിനപ്പുറമായി സ്വാർത്ഥ താല്പര്യങ്ങളും വ്യത്യസ്തമായി തങ്ങളുടെ ജീവിതത്തെ നേട്ടങ്ങൾക്ക് വിധേയമാക്കണമെന്ന് പരിശോധിക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യുന്നൊരു വലിയ സമൂഹം വളർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ഈ കുറിപ്പ് നമുക്കൊരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ചിന്താവിഷയം പോലെ ക്രൂശിലൂടെ വീണ്ടെടുത്തു എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ക്രൂശിൻ്റെ ആഹ്വാനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടുത്തെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് തനിക്ക് ശുദ്ധീകരിക്കേണ്ട തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ശരിക്കും ക്രൂശ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ ഒരു ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 2, വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയും. 3, വീണ്ടെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് പറയും. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിലൂടെ
നമുക്ക് വേണ്ടി മറ്റൊരു ജീവൻ പകരുക, നമ്മുടെ പാപങ്ങൾക്കായി മറ്റൊരു ജീവൻ പകരുക. 2, ആ പാപത്തിൽ നമുക്ക് മോചനവും നൽകുക. വീണ്ടെടുപ്പിൻ്റെ ഫലമായി നമുക്ക് നൽകുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു വിശുദ്ധമായ ഒരു ജീവിതമാണ് നമുക്ക് ലഭിക്കുന്ന വലിയ ഓഫർ എന്ന് പറയും. കാരണം യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നുണ്ട്, ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്നാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ ഹോമിക്കുന്ന കർത്താവിനെ നമ്മളിവിടെ കാണുക. നമ്മുടെ സകല അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാനും നമ്മളെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനും ഒരു പുതുജീവിതത്തിൻ്റെ സാധ്യതകളെ കൈപിടിച്ചാനയിക്കുവാനുമാണ് ഈ വലിയ സഹനം നമുക്കായി നൽകിയത്. 1 പത്രോസ് 1:18-19 വായിക്കുന്നുണ്ട്, പൊന്നും വെള്ളിയും ഒന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിലൂടെയാണ് നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിച്ചത് എന്ന് പറയുക. അതുകൊണ്ട് ക്രൂശ് എന്ന് പറയും നമ്മുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മളെ മോചിപ്പിക്കുന്നതാണ്. എന്തായിരിക്കണം ക്രിസ്തുവിൽ മോചനം ലഭിച്ചവരായി നാം ജീവിക്കണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്? 1, അവർ സ്വയം ശുദ്ധീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 2, അവരുടെ പ്രവൃത്തികളിൽ അത് പ്രകടമാകേണ്ടത് വളരെ ആവശ്യമാണ്. 3, അവരുടെ വിശ്വാസത്തിൽ അത് ദൃഢമായിരിക്കണം. അതുകൊണ്ട് ക്രൂശ് കേവലം ഒരു ദർശനമല്ല, അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. വീണ്ടെടുക്കപ്പെട്ടവർ വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി അവർ എക്കാലവും നിലനിൽക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതം മാറ്റുന്ന യാഥാർത്ഥ്യമായ ക്രൂശിനെ പിന്തുടരുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുന്ന വലിയ സന്ദേശമായി ഈ വാക്കുകളെ നമുക്ക് ഏറ്റെടുക്കാം. ക്രിസ്തുവിൻ്റെ ത്യാഗം ഉൾക്കൊള്ളുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ അവൻ്റെ കയ്യിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ എന്നാണ് ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്നത്. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനോട്, മുറിവേറ്റവനോട്, തകർക്കപ്പെട്ടവനോട് നമുക്ക് അതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ദൈവം തന്ന ജീവിതം അവനായി സമർപ്പിക്കുക എന്നതാണ് ഈ നോമ്പുകാലവും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു സത്യം. അത്തരമൊരു അവസ്ഥയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തിൻ്റെ അർത്ഥവും ആഴവും തിരയുവാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ക്രൂശിലൂടെ നൽകുന്ന യഥാർത്ഥ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരായിരിക്കാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് മാർഗനിർദ്ദേശങ്ങൾക്കായി സ്തോത്രം. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചൊരു പുതിയ ജീവിതത്തിനായും അങ്ങോട്ടുള്ള സ്നേഹത്തിലുള്ള ബന്ധത്തിൽ നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുത്തെ വിശുദ്ധീകരണം നൽകി ഞങ്ങളെല്ലാവരോട് വീണ്ടെടുത്തരായി സ്തോത്രം. അതേ അനുഭവത്തിൽ ജീവിപ്പാൻ, പ്രത്യാശയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയും യാചനയും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.